എം.എ. യൂസഫ് അലി എന്ന വ്യവസായിയെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തിയ ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വിനയവും കൂടുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ മലയാളി സംരംഭകനായ അദ്ദേഹം ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ 1000 കോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹവും ഇടം പിടിച്ചത്. ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ 40-ാമൻ. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവൻ. തന്റെ അടുക്കലെത്തുന്ന ആരെയും ഏറെ വിനയത്തോടെ സ്വീകരിക്കുന്ന ഒരു പച്ച മനുഷ്യൻ. യൂസഫ് അലിയുടെ വീട്ടിൽ ഇന്നലെ ഏറെ വിശിഷ്ടനായ ഒരു അതിഥി എത്തി. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിയാണ്. യൂസഫ് അലിയുടെ ക്ഷണം സ്വീകരിച്ച് അബുദാബിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ രാഹുൽ ഗാന്ധി ആശ്ചര്യത്തോടെയാണ് അവിടെയെല്ലാം നോക്കിക്കണ്ടത്. യൂസഫ് അലിയുടെ ആ കൊട്ടാരം കണ്ട് ഞെട്ടിയ രാഹുൽ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാ കാഴ്ചകളെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു. 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ആ കൊട്ടാരം ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ രാഹുൽ നോക്കിക്കണ്ടു. തന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചും യൂസഫ് അലി രാഹുലുമായി ഏറെ നേരം സംസാരിച്ചിരുന്നു. രാഹുൽ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ആതിഥേയനായിരുന്നു യൂസഫ് അലി. അത്തരത്തിലൊരു സ്വീകരണമായിരുന്നു രാഹുലിന് യൂസഫ് അലി ഒരുക്കി കൊടുത്തത്. യൂസഫ് അലി നേരിട്ടെത്തി തന്നെയാണ് ആഡംബര കാറിലെത്തിയ രാഹുലിനെ കൈകൊടുത്ത് ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് നയിച്ചത്. പിന്നീട് വീട് മുഴുവൻ ചുറ്റിക്കാണിച്ച വീട്ടിലുള്ളവരെയെല്ലാം രാഹുലിന് പരിചയപ്പെടുത്തി. കൊച്ചുമകനെയും കൊണ്ട് രാഹുലിന് മുന്നിലെത്തിയ യൂസഫ് അലിയുടെ ഭാര്യ സാദിറയെ കൈകൾ കൂപ്പിയാണ് രാഹുൽ അഭിസംബോധന ചെയ്തത്. ശേഷം രാജകൊട്ടാരത്തെ തോൽപ്പിക്കുന്ന ആ കൊട്ടാരം നോക്കിക്കണ്ടു. യൂസഫ് അലിയുടെ വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും അദ്ദേഹത്തിന് ലഭിച്ച മൊമെന്റോകളും ഭിത്തിയിലെ ചിത്രപ്പണികളുമെല്ലാം രാഹുൽ നടന്നു കണ്ടു. എല്ലാം അടുത്തുനിന്ന് തന്നെ യൂസഫ് അലി വിശദീകരിച്ച് നൽകുന്നുണ്ടായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനിടയിലെ തിരക്കുകൾക്കിടയിലാണ് രാഹുൽ യൂസഫ് ഭായിയുടെ വീട് സന്ദർശിക്കാനെത്തിയത്. രാഹുൽ UAE-യിൽ എത്തിയത് മുതൽ യൂസഫ് അലി രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. മിക്ക വേദികളിലും ഇരുവരും ഒരുമിച്ച് ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതിനിടയിലായിരുന്നു വീട്ടിലേക്കുള്ള ക്ഷണവും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യൂസഫ് അലിയുടെ വീട്ടിൽ രാഹുലിനെ എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നു. അബുദാബി രാജകുടുംബവുമായി ഏറെ അടുപ്പമുള്ള യൂസഫ് അലിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വ്യവസായ പ്രമുഖരുമായുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച ഏറെ ആശയസമ്പന്നമായിരുന്നു. അടുത്ത 50 വർഷം കൊണ്ട് എങ്ങനെ ഇന്ത്യയെ ലോകരാജ്യങ്ങളിൽ ഒന്നാമതാക്കാം എന്നത് സംബന്ധിച്ചായിരുന്നു രാഹുൽ സംസാരിച്ചത് മുഴുവൻ. വെറും തൊഴിൽ സൃഷ്ടിക്കൽ എന്നതിനപ്പുറം സമഗ്ര വളർച്ച ലക്ഷ്യമാക്കണം എന്ന ആശയത്തിൽ വ്യവസായ സമൂഹത്തിന്റെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ആരാഞ്ഞു. നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി, NMC ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ BR ഷെട്ടി, ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാനും MD-യുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ, VPS ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ഷംസീർ വലയിൽ തുടങ്ങി 200ഓളം വ്യവസായ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നും രാഹുൽ അബുദാബി ദുസ്താനി ഹോട്ടലിൽ വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തും. അതുപോലെ തന്നെ ദുബായ് ജബൽ അലി വ്യവസായ മേഖലയിലെ ലേബർ ക്യാമ്പിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തി. തൊഴിലാളികൾ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പായിരുന്നു നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.